അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ദിവസവും ഒരാൾ തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ അയാൾ ദിവസവും നിസ്കരിക്കട്ടെ. അതല്ല, ഇനി ഒരാഴ്ചയിലാണെങ്കിൽ അങ്ങനെ ആഴ്ചയിലെങ്കിലും നിസ്കരിക്കട്ടെ. അതിനും സാധ്യമാവാത്തവർ മാസത്തിലെങ്കിലും നിസ്കരിക്കട്ടെ. അതിനും സാധ്യമാവാത്തവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കട്ടെ. ഇനി അതിനും സാധ്യമല്ലേ, അവൻ്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ തസ്ബീഹ് നിസ്കാരം നമ്മൾ നിസ്കരിക്കേണ്ടത് 4 റക്അത്താണ്. ആ പേരിൽ തന്നെയുണ്ട് തസ്ബീഹ് ചൊല്ലുക എന്നർത്ഥം. പ്രധാനമായിട്ടും തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്നുള്ളതായ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുക. ഇതാണ് തസ്ബീഹ്. ഇനി അതിൽ കൂടുതൽ എന്ത് ചെയ്യുക, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഈ തസ്ബീഹാണ് ചൊല്ലേണ്ടത്. ഈ ചൊല്ലേണ്ട രൂപം എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ പകൽ ഒന്നിച്ച് 4 റക്അത്ത് നിസ്കരിക്കാം. ഇനി അതല്ല രാത്രിയാണെങ്കിൽ വേണമെങ്കിൽ ഒന്നിച്ച് 4 റക്അത്ത് നിസ്കരിക്കാം. എങ്കിലും ഈ 2 റക്അത്ത്, ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക, പിന്നെയും 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. ഇങ്ങനെ നിസ്കരിക്കലാണ് നല്ലത്. എങ്ങനെ നിസ്കരിച്ചാലും വേണ്ടില്ല, തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. 4 റക്അത്ത് നമ്മൾ എന്ത് ചെയ്യുക, നിസ്കരിക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണെങ്കിൽ 4 റക്അത്ത് പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇനി അതല്ല 2 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് പറഞ്ഞാൽ ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ 2 റക്അത്ത്. അപ്പോഴും രണ്ട് നിസ്കാരത്തിന് നിയ്യത്ത് വേണം. തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടുക. എന്നിട്ട് 1 രൂപയെ പറയുന്നുള്ളൂ. 2 രൂപം ഉണ്ട് എങ്കിലും 1 രൂപ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ നേരെ തക്ബീർ കെട്ടി വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ 1-ാമത്തെ റക്അത്തിൽ അൽഹാക്കുമുത് തകാസുർ സൂറത്ത് ഓതുക. 4 റക്അത്തിലും സൂറത്ത് ഓതണം. 4 റക്അത്തിലും സൂറത്ത് ഓതുമ്പോഴും നമുക്ക് ഈ അൽഹാക്കുമുത് തകാസുർ സൂറത്ത് അറിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക. അപ്പോൾ അൽഹാക്കുമുത് തകാസുർ സൂറത്ത് ഓതുക. അതിനുശേഷം 15 പ്രാവശ്യമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 15 പ്രാവശ്യം ആ നൃത്തത്തിൽ സൂറത്തിന് ശേഷം ചൊല്ലുക. ശേഷം ചൊല്ലിയതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുക്കൂഇലേക്ക് പോകുന്നു. റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന തസ്ബീഹിന് ശേഷം ഈ തസ്ബീഹ് കൊണ്ടുവരിക 10 പ്രാവശ്യം. അതിനുശേഷം 10 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം റുക്കൂഇൽ നിന്ന് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. എഴുന്നേറ്റ് നിന്ന് റബ്ബനാ ലക്കൽ ഹംദു എന്ന ആ ഒരു ദുആ നമ്മൾ ചൊല്ലിയതിന് ശേഷം 10 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് 10 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോകുന്നു. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി എന്ന് 3 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 10 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സുജൂദ് അല്ലേ, ആ സുജൂദിൽ നിന്ന് എന്ത് ചെയ്യുക, എഴുന്നേൽക്കുക, ഇരിക്കുക, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരിക്കുക. അപ്പോൾ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ എന്ത് ചെയ്യുക, റബ്ബിഗ്ഫിർലി വറഹംനി എന്ന് ദുആ ചൊല്ലിയത്, ആ ദിക്ർ ചൊല്ലിയതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെയും 10 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അങ്ങനെ 10 പ്രാവശ്യം ചൊല്ലുക. വീണ്ടും സുജൂദ് ചെയ്യുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി എന്ന് ചൊല്ലിയതിന് ശേഷം 10 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുക. സാധാരണ നമ്മൾ എന്ത് ചെയ്യണം, ഏത് നിസ്കാരമാണെങ്കിലും 1-ാമത്തെ റക്അത്തിൽ നിന്ന് 2-ാമത്തെ സുജൂദ്, 1-ാമത്തെ റക്അത്തിൽ നിന്ന് 2-ാമത്തെ സുജൂദ് കഴിഞ്ഞതിന് ശേഷം എഴുന്നേൽക്ക് നിൽക്കുമ്പോൾ ആ നിൽക്കുന്നതിന് മുമ്പ് ഒരു ഇരുത്തം സുന്നത്തുണ്ട്. ഒരു ഇരുത്തം ഇരുന്നിട്ട് എഴുന്നേൽക്കുക. അല്ലാഹു എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അവിടെ ഇരിക്കുക, ഇരുന്നിട്ട് എഴുന്നേൽക്കുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ഇരുത്തം അവിടെ ഇരിക്കുക, ഇരുന്നിട്ട് എന്ത് ചെയ്യുക, തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. ഇങ്ങനെ ഒന്ന് എണ്ണി നോക്കിയാൽ 75 പ്രാവശ്യമാണ് ഒരു റക്അത്തിൽ ഉണ്ടാവുക. ഒന്ന് സൂറത്തിന് ശേഷം 15 അല്ലെ, 1 15 ആണ്, 1 15, ബാക്കിയുള്ളതൊക്കെ 10 ആണ്.
അപ്പോൾ ഒരു 10 കൂട്ടിക്കോളി. ആദ്യത്തെ പിന്നെ സൂറത്തിന് ശേഷം 10, 2 പിന്നെ റുക്കോയിൽ, 3 ഇഅ്തിദാലിൽ, 4 സുജൂദിൽ, 5 സുജൂദിന്റെ ഇടയിലെ ഇരുത്തം, 6 രണ്ടാമത്തെ സുജൂദിൽ അല്ലേ, 7 ആ സുജൂദിന്റെ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുത്തം ഇരുന്നതിന് ശേഷം ചൊല്ല. അപ്പൊ 7 ആയി. അപ്പൊ 7 10 എത്ര 70. പിന്നെ അവിടെ ആദ്യത്തിൽ 5 ഉണ്ടല്ലോ, അപ്പൊ 75. ഇങ്ങനെ എന്ത് ചെയ്യാം, ഒരു റക്അത്ത് കഴിഞ്ഞു. നേരെ എന്ത് ചെയ്യാം, നേരെ ഇപ്പോൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞല്ലോ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക. ഇരുന്നതിന് ശേഷം തസ്ബീഹ് ചൊല്ലുകയാണ്. തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിക്കണം. നേരെ എഴുന്നേറ്റ് നിന്നാൽ മതി. പിന്നെ അവിടെ തക്ബീർ കെട്ടണ്ട. നേരെ എന്ത് ചെയ്യുക, നേരെ എഴുന്നേറ്റ് നിന്ന് അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ കൈ കെട്ടുക, ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിന് ശേഷം വൽ അസ്ർ സൂറത്താണ് ഓതേണ്ടത്. വൽ അസ്ർ സൂറത്ത് ഓതിയാൽ എന്ത് ചെയ്യണം, പിന്നെ 15 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക. 15 പ്രാവശ്യം തസ്ബീഹ്. റുക്കൂഇൽ 10 പ്രാവശ്യം, ഇഅ്തിദാലിൽ 10, സുജൂദിൽ ഒന്നാമത്തെ സുജൂദിൽ 10, സുജൂദിന്റെ ഇടയിൽ 10, പിന്നെ രണ്ടാമത്തെ സുജൂദിൽ 10, പിന്നെ നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരിക്കുക. അവിടെ അത്തഹിയാത്തിന്റെ ഇരുത്താണല്ലോ, ആ അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പ് ഒരു 10 പ്രാവശ്യം ചെല്ലുക. അപ്പോൾ 75 150 ആയി. നമ്മൾ സലാം വിട്ടാണെങ്കിൽ സലാം വിട്ടുക, ഇല്ലെങ്കിൽ നേരെ എഴുന്നേറ്റ് പിന്നെ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റിക്കുകയാണെങ്കിലും ഇതേപോലെ എന്ത് ചെയ്യുക, തുടർച്ചയായിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ രൂപത്തിൽ നമ്മൾ അത്തഹിയാത്തിന് മുമ്പാണെങ്കിൽ അത്തഹിയാത്തിന് മുമ്പ് എന്ത് ചെയ്യുക, ചൊല്ലിയിട്ട് ആ ഒരു തസ്ബീഹ് പൂർത്തിയാക്കുക. അപ്പം 4 75 300 പ്രാവശ്യമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ ഫാത്തിഹ പിന്നെ സൂറത്തിന് ശേഷം നമ്മൾ തസ്ബീഹ് ചൊല്ലാൻ മറന്നുപോയാൽ, ഏതെങ്കിലും വിട്ടുപോയാൽ, റുക്കോയിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അത് പിന്നെ കൂട്ടിയെടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഫാത്തിഹ കഴിഞ്ഞു, സൂറത്ത് കഴിഞ്ഞതിന് ശേഷം തസ്ബീഹ് വിട്ടുപോയി, 15 പ്രാവശ്യം തസ്ബീഹ് അറിയാതെ വിട്ടുപോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ പിന്നെ നമ്മൾ നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുക്കുവിലേക്ക് പോയപ്പോഴാണ് ഓർമ്മ വന്നത്, പഠിച്ചോനെ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ സൂറത്തിന് ശേഷമുള്ള തസ്ബീഹ് ചൊല്ലിയിട്ടില്ലല്ലോ എന്ന ഓർമ്മ വന്നാൽ പിന്നെ അതിലേക്ക് മടങ്ങാൻ പാടില്ല. തസ്ബീഹ് വിട്ടുപോയാൽ അത് വിട്ടുപോയാൽ തന്നെ പിന്നെ ചൊല്ലേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല, അത് സുന്നത്താണല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഫർളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ റുക്കോയിൽ എന്ത് ചെയ്യുക, പിന്നെ 10 പ്രാവശ്യം നമ്മൾ റുക്കോയിൽ ഏതായാലും ചൊല്ലുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ വിട്ടുപോയത് 15 റുക്കോയിൽ ചെല്ലാം. ഏതെങ്കിലും വിട്ടുപോയത് നമുക്ക് വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ പിന്നെ ചൊല്ലണമെങ്കിൽ അത് റുക്കോയിൽ ചൊല്ലാം, അല്ലെങ്കിൽ സുജൂദ് ചെല്ലാം. വേറെ ഒന്നിലും ചൊല്ലാൻ പാടില്ല. വിട്ടുപോയത് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്ന് മനഃപൂർവ്വം തന്നെ വിട്ടുപോയാൽ തന്നെ ഒരു പ്രശ്നവുമില്ല, തസ്ബീഹ് നിസ്കാരം ശരിയാവുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് പിന്നെ നമ്മൾ നിസ്കരിക്കേണ്ടത്. അപ്പോൾ മൊത്തം ഒരു റക്അത്തിൽ 75 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം 150 ആയി. മൂന്നാമത്തെ റക്അത്തോടു കൂടെ പിന്നെ എത്രയായി, പിന്നെ 150ഉം 225 225ഉം പിന്നെ 75ഉം 300 പ്രാവശ്യം. അങ്ങനെ 4 പിന്നെ റക്അത്തിലും എന്ത് ചെയ്യുക, തസ്ബീഹ് ചൊല്ലുക. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് അൽഹാകുമുത് തകാസുർ ആണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്. രണ്ടാമത്തെ റക്അത്തിൽ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അടുത്തിലെ മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നാലാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെ 4 റക്അത്തിൽ ഓതേണ്ട സൂറത്തുകളാണ് ഈ പറഞ്ഞ സൂറത്തുകൾ. ഈ പറഞ്ഞ സൂറത്തുകൾ അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക. ഇനി ആ സൂറത്തും അറിയില്ലെങ്കിൽ കുറഞ്ഞ ഭാഗമെങ്കിലും ഏതെങ്കിലുമൊക്കെ ചുരുങ്ങിയത് ഒരു ബിസ്മിയെങ്കിലും ഓതുക. ഓതിയതിന് ശേഷം തസ്ബീഹ് ചൊല്ലുക. അപ്പോൾ ഈ രൂപത്തിലാണ്. ഏതെങ്കിലുമൊക്കെ ആ തസ്ബീഹ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയാൽ ഒന്നും പ്രശ്നമാക്കേണ്ടതില്ല. ഒന്ന് ചിലപ്പോൾ അറിയാതെ ഏറിപ്പോയി, ഇനി അഥവാ കുറഞ്ഞു പോയി, അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. തസ്ബീഹ് നിസ്കാരം എന്ത് ചെയ്യുക, വളരെ മഹത്വമുള്ള ഒരു നിസ്കാരമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി നിസ്കരിക്കുക. ഇനി ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്. ഇനി വേണമെങ്കിൽ പഠിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അറിയുന്ന ഒരാളൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ബാക്കിലായിട്ട് മുമ്പുമായിട്ട് നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒഴിഞ്ഞിരുന്നു കൊണ്ട് നല്ല ഒരു സമയത്ത് നോക്കിയിട്ട് നിസ്കരിക്കുക. കാരണം നല്ല പിന്നെ കുറഞ്ഞ ഒരല്പം ദീർഘമായിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണല്ലോ തസ്ബീഹ്. ഇങ്ങനെ നമ്മൾ നിസ്കരിക്കുന്ന എന്തിനാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി. ആ ഒരു കടമ നിർവഹിക്കുക എന്നുള്ളതല്ല. നമ്മൾ കടമ നിർവഹിക്കാൻ നമ്മൾ ഫർളായ കാര്യങ്ങളൊക്കെ നമുക്ക് അത് നിർബന്ധമായിട്ടും കടമയാണ്. അപ്പോൾ സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ രൂപത്തിൽ അതിൻ്റെതായ നല്ല ഖുശൂഓടുകൂടെ നല്ല ഭക്തിയോടുകൂടെ തന്നെ ഒരു നല്ല ഫ്രീ ടൈമിൽ നല്ല
പിന്നെ മനസാന്നിധ്യത്തോടു കൂടെ തന്നെ നമ്മൾ നിസ്കരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഭാഗങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ 4 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. 2 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ 2 റക്അത്ത്, അങ്ങനെയും കുഴപ്പമില്ല. പകലാണെങ്കിൽ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുക, രാത്രിയാണെങ്കിൽ ഈ 2 റക്അത്ത് നിസ്കരിക്കുക. എങ്ങനെ നിസ്കരിച്ചാലും കുഴപ്പമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് നമുക്കൊക്കെ നിസ്കരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ അകമഴിഞ്ഞ ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ചാനൽ മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ളതാണ് പേര്. മുതിർന്നവരായ ആളുകൾക്കൊക്കെ വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പഠിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ചെറിയ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമളാനിലൊക്കെ ഖത്മ് തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ, പിന്നെ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ സൗജന്യമായിട്ട് തന്നെയാണ്. നമുക്കൊക്കെ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, സഹോദരന്മാർക്കൊക്കെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ട്. താല്പര്യമുള്ളവർ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അല്ലാഹു തആല നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാലം ഇബാദത്തിലായി കൊണ്ടൊക്കെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.